എല്ലാവർക്കും നമസ്കാരം. കീഴില്ലം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 16 വയസ്സ് പ്രായമുള്ള +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ഏതാണ്ട് 20 പേരടങ്ങുന്ന ഒരു സംഘം അതിക്രൂരമായി റാഗ് ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അവർ ഈ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് പ്രേരിപ്പിക്കുകയും ലൈംഗിക അവയവങ്ങളിൽ ക്ഷതമേൽപ്പിക്കുകയും ചെയ്തു. ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആകുകയാണ്. ഇതുവരെയും ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ നടപടികളോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു അന്വേഷണമോ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ ദുരൂഹതയ്ക്ക് തന്നെ വഴിതെളിക്കുകയാണ്. ഈ കീഴില്ലം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂളാണ്. മാർത്തോമ സഭയുടെ കീഴിലുള്ള ഒരു സ്കൂളാണ്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ പോലും ഒരു ക്രിസ്ത്യൻ വിദ്യാർത്ഥിക്ക് സുരക്ഷിതത്വമില്ല എന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുകയാണ്. +1നും +2നും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സ്കൂളുകളിൽ റാഗിങ് നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം എവിടം വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല ആളുകളും ഭയപ്പെട്ടിട്ടാണ് ഈ വിഷയങ്ങളൊന്നും പുറത്തു പറയാത്തത്. അതിക്രൂരമായി ഈ വിദ്യാർത്ഥി പീഡിപ്പിക്കപ്പെട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രമുഖ TV ചാനലുകളിലോ പത്രങ്ങളിലോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. ചില TV ചാനലുകൾ, ജനം TV, ബിഗ് TV പോലെയുള്ള TV ചാനലുകളിലൊക്കെ മാത്രമാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. എന്നാൽ ക്രൈസ്തവ ഭാഗത്തുനിന്ന് പോലും ഒരു ബിഷപ്പ്മാരോ വൈദികരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനോ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിനോ പരാതിക്കോ മുതിർന്നിട്ടില്ല എന്നുള്ളതും ഒരു വലിയ ദുരൂഹത തന്നെയാണ്. ഈ വിഷയത്തിൽ ഇടപെട്ടത് കാസ എന്നൊരു സംഘടന മാത്രമേ ഉള്ളൂ. വേറെ ഒരു സംഘടനയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ മാനേജരോ അല്ലെങ്കിൽ മാർത്തോമ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളായതുകൊണ്ട് അതിൻ്റെ ഔദ്യോഗികമായി മെത്രാപ്പോലിത്തയോ ബിഷപ്പ്മാരോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ഇത് നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് പോലും സുരക്ഷിതത്വമില്ല എന്നുള്ളത് ഒരു സത്യമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കുട്ടിയുടെ മാതാവ് അതോടൊപ്പം ഈ ഡിയോൺ എന്ന് പറഞ്ഞ ഈ വിദ്യാർത്ഥിയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബർക്ക് അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകന് കൊടുത്ത ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ആ വീഡിയോയിൽ അവർ പറയുന്നത് ഈ കീഴില്ലം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ യാതൊരു വിധമായ ഡിസിപ്ലിനും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം അവിടെ ആവശ്യത്തിന് ടീച്ചേഴ്സ് ഇല്ല. അതുമാത്രവുമല്ല, അവിടെ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളോ അതിൻ്റെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരോ യാതൊരു വിധമായ ഡിസിപ്ലിനും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 20 പേരടങ്ങുന്ന വിദ്യാർത്ഥികൾ സംഘടിതമായി ചേർന്ന് ഒരാളെ ആക്രമിച്ചിട്ട്, ഒരു വിദ്യാർത്ഥിയെ ആക്രമിച്ചിട്ട് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഇത് അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല. അപ്പോൾ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ എന്നൊക്കെ പറയുമ്പോൾ അല്പം ക്വാളിറ്റിയും യോഗ്യതയും അതോടൊപ്പം തന്നെ ഒരു സ്കൂൾ നടത്താനുള്ള കഴിവും കപ്പാസിറ്റിയും ഒക്കെ വേണം. എന്നാൽ ഈ കീഴില്ലം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ ഇതിന് ഇരയായി തീർന്ന ഈ കുട്ടിയുടെ മാതാവും ഈ വിദ്യാർത്ഥിയും പറയാണ് അവിടെ യാതൊരു വിധമായ ഡിസിപ്ലിനും ഇല്ല. എന്താണ് ഇതിൻ്റെ പിന്നിൽ കാരണം? അവിടെ ചില വിദ്യാർത്ഥികൾ
ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഒരു വലിയ തള്ളിക്കയറ്റം ഈ സ്കൂളിലേക്ക് വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്കൂളിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ അധ്യാപകരും പ്രിൻസിപ്പാളും വളരെ ബന്ധപ്പെടുകയാണ്. അപ്പോൾ ഈ 20 പേരടങ്ങുന്ന ഈ വിദ്യാർത്ഥി സംഘം ഈ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ ഇവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ ഇത് റാഗിംഗ് ആയിരുന്നു എന്ന് എഴുതി തരാൻ പ്രിൻസിപ്പാളിന് കഴിയുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണി ഉണ്ടാവാം, ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. തൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ തൻ്റെ ജീവന് ഭീഷണിയാകുന്ന ഈ ഒരു കാര്യം ചെയ്യാൻ ഈ പ്രിൻസിപ്പാൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ അവസാനമായി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ വിവരം. കാരണം ഈ കുട്ടിയെ അതിക്രൂരമായി റാഗിങ് ചെയ്തിട്ട് ഇതൊരു റാഗിങ് ആയിരുന്നു എന്ന് പ്രിൻസിപ്പാളിന് എഴുതി കൊടുക്കാനുള്ള തൻ്റെ ഇടമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മർദ്ദനത്തിന് നേതൃത്വം നൽകിയ അഞ്ച് പേരിൽ 20 പേരുണ്ട് മുഴുവൻ. അതിൽ പ്രധാനമായിട്ടുള്ളത് 5 പേരാണ്. ഈ 5 കുട്ടികളിൽ 2 പേർ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്, പ്രായപൂർത്തിയായിട്ടുള്ളവരാണ്. അങ്ങനെ ഈ പ്രായപൂർത്തിയായ വിദ്യാർത്ഥികളായതുകൊണ്ട് ഇവർക്കെതിരെ കേസ് വന്നാൽ, അത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട് കേസ് വന്നാൽ ഈ കുട്ടികളകത്ത് പോകും. അത് ഭയന്ന് ഇവർ ഈ പ്രിൻസിപ്പാളിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഈ കുട്ടികളെ 5 പേർക്കെതിരെ ഈ മർദ്ദനത്തിന് ഇരയായ കുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കണ്ടാൽ അറിയാം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂൾ അധികൃതർ യാതൊരു വിധമായ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യമാണ്. എൻ്റെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ പോലീസും ഈ സ്കൂൾ മാനേജ്മെൻറ്റും ഇതിന് തയ്യാറാകാത്തത്? ഇതൊരു വലിയ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗക്കാരെ ഒരു രീതിയിലും ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തു കൊള്ളരുതായ്മയും അത് കണ്ടില്ല എന്ന് നടിക്കുകയാണോ? അതോ വോട്ട് ബാങ്കാണോ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ജീവിച്ചാൽ മതിയോ? ഇവിടെ മറ്റുള്ളവർക്ക് ജീവിക്കണ്ടേ? നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണ്ടേ? നമ്മുടെ കുട്ടികൾക്ക് ഇനിയും ഇതുപോലുള്ള സ്കൂളുകളിൽ പോയി പഠിക്കണ്ടേ? നിങ്ങൾ സ്വയമായിട്ട്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്രിസ്ത്യാനിയും ഒരു വീഡിയോ ചെയ്തതായിട്ടോ ഒരു കമൻ്റ് ഇട്ടതായിട്ടോ കാണാൻ കഴിയുന്നില്ല. എത്രയോ പത്രമാധ്യമങ്ങൾ നമുക്കുണ്ട്, യൂട്യൂബർമാരുണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്. പക്ഷെ ഒരു ചാനലുകാരും ഈ വാർത്ത ധൈര്യത്തോടെ പുറത്തു കൊണ്ടുവരുവാൻ തയ്യാറാകുന്നില്ല. പത്രമാധ്യമങ്ങൾ, മലയാള മനോരമയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ മറ്റ് പല മാധ്യമങ്ങളും ഇവരെ ഭയക്കുന്നു, ഇവരെ പേടിക്കുന്നു. എൻ്റെ ചോദ്യം, ഈ ഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികളെ ഇവർ തെരഞ്ഞു പിടിച്ച് മതപരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ, അവർ സംഘടിതമായി നിന്നുകൊണ്ട് അന്യമതത്തിൽപ്പെട്ട കുട്ടികളെ കൂട്ടം ചേർന്ന് സംഘടിതമായി ഇവരെ ആക്രമിച്ച് ഈ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ എത്ര നാളിങ്ങനെ മിണ്ടാതിരിക്കും? ഇതിന് വാതുറന്ന് ശബ്ദിക്കാൻ ചങ്കൂറ്റമുള്ളവൻ പുറത്തു വരണം. പേടിച്ചിരുന്നാൽ നാളെ നമ്മുടെ കുട്ടികൾക്കും ഇത് സംഭവിക്കും. അതുകൊണ്ട് ഈ കീഴിലം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂള് ഈ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഈ നിലപാട് സ്വീകരിക്കുന്നത് അത്യന്തം ഖേദകരവും, അതോടൊപ്പം തന്നെ വളരെയധികം ഇതിൻ്റെ പിന്നിൽ എന്തോ വലിയ ഗൂഢാലോചനകളുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രിൻസിപ്പാൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കാത്തത്? ആരാണ് ഇതിൻ്റെ പ്രിൻസിപ്പാൾ? ഇത്രയ്ക്ക് കഴിവില്ലാത്ത വ്യക്തികളാണോ ഒരു സ്കൂളിൽ പ്രിൻസിപ്പാൾമാരായിട്ടിരിക്കുന്നത്? അവർക്ക് ഈ എല്ലാ വിദ്യാർത്ഥികളെയും തുല്യരായി കാണണ്ടേ ഒരു അധ്യാപകൻ, ഒരു പ്രിൻസിപ്പാൾ? എന്നാൽ 20 പേർ ചേർന്ന് ഒരു കുട്ടിയെ അതിക്രൂരമായി ആക്രമിച്ചിട്ട് ആ കുട്ടിയെ ആശുപത്രിയിൽ പോയി ഒന്ന് കാണാനോ അവരുടെ വീട്ടുകാരെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കാനോ ഈ സ്കൂൾ മാനേജ്മെൻറ്റോ പ്രിൻസിപ്പാളോ മാനേജരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മാർത്തോമ സഭയിലെ ബിഷപ്പ്മാരോ അല്ലെങ്കിൽ
അതിന് ഉത്തരവാദിത്തപ്പെട്ടവരോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറു വിരൽ പോലും അനക്കിയില്ല എന്നുള്ളത് അത്യന്തം ഖേദകരവും ഇത് സംശയാസ്പദപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് വളരെ ചിന്തിക്കണം. ഇവിടെ SFIനെ കാണാനില്ല, KSUവിനെ കാണാനില്ല, DYFIനെ കാണാനില്ല, യൂത്ത് കോൺഗ്രസിനെ കാണാനില്ല. എന്താ ഈ കുട്ടി ഇവിടെ കേരളത്തിലെ അല്ലേ? ഈ കുട്ടി മനുഷ്യനല്ലേ? അപ്പോൾ എന്തിനും ഏതിനും സമരമുണ്ടാക്കുന്ന SFIയെയും കാണാനില്ല, KSUവിനെയും കാണാനില്ല, DYFI ഇല്ല, യൂത്ത് കോൺഗ്രസും ഇല്ല, ഒരു സന്നദ്ധ സംഘടനകളും ഇല്ല, ഒരു വ്യക്തികളുമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ മാതാപിതാക്കൾ അനുഭവിക്കുന്ന മാനസിക പീഡനം എത്ര വലുതാണ്? പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല, സ്കൂൾ മാനേജ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഈ 20 കുട്ടികളെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാനോ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് തയ്യാറാകുന്നില്ല. നാളെ ഈ കേസെല്ലാം തേഞ്ഞു മാഞ്ഞ് തീർന്ന് തല്ല് കിട്ടിയവൻ അത് കിട്ടിയതായിട്ടിരിക്കും. ഇവർ ഷർട്ടിൻ്റെ കോളറുമൊക്കെ പൊക്കി വെച്ച് കയ്യും തെറുത്ത് കയറ്റി ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ഇവിടെ പ്രബലരായിട്ടുള്ള ആളാണ്, ഈ പെരുമ്പാവൂർ പരിസരത്ത് ഞങ്ങളെ തൊടാനോ ഞോണ്ടാനോ ഞങ്ങളോട് സംസാരിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് കോളറൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് കൈയുടെ ഇതൊക്കെ ചുരുട്ടി കയറ്റി വെച്ച് സ്കൂളിലേക്ക് വരും. അപ്പോൾ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. അടുത്ത സ്കൂളിലും ഇത് ചെയ്യും. ഓരോരുത്തരുടെ വീട്ടിൽ കയറുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഒരു ഡിയോൺ ജോജോ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ നിങ്ങളിത് കണ്ട് നോക്കിയിരിക്കുകയാണ്. പോലീസ് ഇത് കണ്ടിട്ട് ആക്ഷൻ എടുക്കുന്നില്ല, സ്കൂൾ മാനേജ്മെൻറ്റ് ഇത് കണ്ടിട്ട് നോക്കിയിരിക്കുകയാണ്. പക്ഷേ നാളെ നിങ്ങളുടെ കുട്ടികൾക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ നിങ്ങളുടെ മകൾക്കോ ഇത്തരത്തിൽ ഈ ആക്രമണ സ്വഭാവമുള്ള ഈ പ്രത്യേക വിഭാഗക്കാരിൽ നിന്ന് പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ അന്നേരം മനസ്സിലാക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന്. അതുകൊണ്ട് ഇത് മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഇത് കേരളത്തിലുള്ള സകല സ്കൂളുകളിലും ഇവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കും. മറ്റുള്ള കുട്ടികളെ ഇവർ അതിക്രൂരമായി അതിദാരുണമായി ഉപദ്രവിക്കുകയും ഇവർ ഒരു അഴിഞ്ഞാട്ടം തന്നെ അവിടെ നടത്തുകയും ചെയ്യും. ഇവരുടെ പിന്നിൽ വൻ ശക്തികളുണ്ട്, ഇവരുടെ പിന്നിൽ വലിയ സംഘടിത ശക്തികളുണ്ട്, പണം മുടക്കുവാൻ സംഘടിത ശക്തരായിട്ടുള്ള ആളുകളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അതുപോലെ അതുമാത്രമല്ല ഈ പല വ്യക്തികളുണ്ട് ഇവരുടെയൊക്കെ പിന്നിൽ. പക്ഷേ ഇത് നാളെ നമ്മുടെ ഓരോ കുട്ടികൾക്കും വരുമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. ഇതുവരെയും ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇതിന് ഈ സ്കൂൾ പ്രിൻസിപ്പാളിനെയൊക്കെ ഈ സ്കൂളിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം. ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ അധ്യാപകരെയും ഇതിൻ്റെ മാനേജർക്കൊക്കെ എതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. എന്നെങ്കിൽ മാത്രമേ ഇത് ഒരു പാഠമാകുകയുള്ളൂ. അതുമാത്രമല്ല, ഈ സന്നദ്ധ സംഘടനകളും ക്രൈസ്തവ സംഘടനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോകളും അവരുടെ ഫേസ്ബുക്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത് മറ്റുള്ളവരെ ഇത് അറിയിക്കണം കൃത്യമായിട്ട്. അല്ല എങ്കിൽ നമ്മളൊക്കെ നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളിയായിരിക്കും, ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയമായി ബന്ധം. ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം, ഇത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ നാളെ നമ്മുടെ വീടുകളിലും നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ വീടുകളിലും ഇവർ കയറി ഇവർ നമ്മുടെ കുട്ടികളെയും ഇതുപോലെ അതിക്രൂരമായി ആക്രമിക്കുകയും റാഗ് ചെയ്യുകയും അവരുടെ ഷർട്ടും നിക്കറും പാൻറ്റും എല്ലാം വലിച്ചൂരി അവരുടെ ലൈംഗിക അവയവങ്ങൾ ഇടിച്ചു തകർക്കുകയും അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ പിടിച്ച് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. ഈ കുട്ടിയുടെ അമ്മ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇവൻ്റെ ശരീരത്ത് ഇവൻ്റെ ഭാഗത്തൊക്കെ പിടിച്ച് ഞെക്കുകയും തോണ്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്തായാലും കൃത്യമായി ഇതിനെതിരെ നടപടി ഉണ്ടാവണം. ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബോധവാന്മാരാകണം. അല്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിലും ഇത് കയറിയന്മാർ ഈ പരിപാടി കാണിക്കും. ഇത് ആവർത്തിക്കരുത്. നമുക്കിവിടെ ജീവിക്കണം, കേരളത്തിൽ ജീവിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം, നമ്മുടെ തലമുറയ്ക്ക് ജീവിക്കണം. ഇവരോട് വെല്ലുവിളിച്ച് ജയിക്കാനുള്ള ഒരു ശക്തിയൊന്നും ചിലപ്പോൾ ആ കാലത്തുണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിതം
വളരെ ദുരിതപൂർണമായി തീരും എന്നുള്ളത് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.